ദേശീയ നേതൃത്വം പറഞ്ഞ കാര്യം നടപ്പിലാക്കണമെന്നല്ലാതെ എനിക്ക് മന്ത്രിയാകണമെന്നോ എന്നെ മന്ത്രിയാക്കണമെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. 2, 2.5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് മന്ത്രിസ്ഥാനം തരാത്തത് കൊണ്ട് ഞാൻ എൻ്റെ MLA സ്ഥാനം രാജിവെക്കാൻ പോവാന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടി വിടാൻ പോവാണെന്നോ ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞതായിട്ടൊന്ന് കാണിക്കാവോ? ഞാൻ ഏതെങ്കിലും ചാനലിനോട് പറഞ്ഞായിട്ടൊന്ന് കാണിക്കാം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം പല അഭിമുഖങ്ങളും പരക്കുന്നുണ്ട്. ഇന്ന് തന്നെ പല ചാനലുകളും അങ്ങനെ പറയുന്നു, പല പത്രങ്ങളും അങ്ങനെ പറയുന്നു. ഒക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ്. എനിക്ക് സീറ്റ് തന്നത് NCP ആണ് കുട്ടനാട്ടിൽ. അതെൻ്റെ സഹോദരനായ തോമസ് ചാണ്ടി, അദ്ദേഹമാണ് കുട്ടനാട്ടിൽ മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു സ്ഥാനാർത്ഥി വേണമായിരുന്നു. അങ്ങനെ ഞാൻ NCP സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിച്ചു. ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ പൂർണ്ണ സപ്പോർട്ടോടും സമ്മർദ്ദത്തോടും കൂടിയാണ് മത്സരിച്ചത്. നല്ല വിജയം നേടും. പല ആൾക്കാരും പല രീതിയിൽ അതിനെ കൂട്ടിമാറ്റിയെങ്കിലും നല്ല വിജയം നേടുമെന്നത് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ 2ാം പിണറായി സർക്കാർ വന്നത്. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പം ഈ കാര്യമല്ലാതെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അത് കള്ളത്തരമാണെന്നും അങ്ങനെ ഇല്ലെന്നും അങ്ങനെ ഒരു ചർച്ചയില്ലെന്നും ഒക്കെ നേരത്തെ നിങ്ങൾ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മുഖവിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ദേശീയ നേതൃത്വം 2 ആഴ്ച മുമ്പ് എന്നെയും അതന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെയും അതന്നെയാണ് ഞങ്ങളുടെ മന്ത്രിയെയും ബോംബെയിൽ വിളിച്ചു. അവിടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് ജിതേന്ദ്ര അവാദ്, സുപ്രിയ സുലെ, ഞങ്ങളുടെ ഏറ്റവും പരമോന്നത നേതാവായ ശരത് പവാർ, അവർ 3 പേരും PC ചാക്കോ, ഇവർ 4 പേരുമാണ് നേതൃത്വം എന്ന് പറയുന്നത്. കാരണം ഇവർ 2 വർക്കിംഗ് പ്രസിഡന്റും അതുപോലെ മഹാരാഷ്ട്രയുടെ ഉപനേതാവും, ഇവർ 4 പേരുമാണ് ഞങ്ങളുടെ നേതാക്കന്മാർ. അവർ 4 പേരും കൂടെ എടുത്ത തീരുമാനമാണ് ഈ 2 ആഴ്ച മുമ്പ് ഈ വിഷയം ശരത് പവാർ വളരെ ക്ലിയറായിട്ട് ശശീന്ദ്രൻ എന്നോട് ഞങ്ങളുടെ മന്ത്രിയോട് പറഞ്ഞു,